കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 കാര്യങ്ങൾ കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 25 പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യകള്, പിന്നെ 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ്, 1 മുതൽ 12 വരെയുള്ള ക്യൂബിക് നമ്പേഴ്സ്, ഘനസംഖ്യകൾ. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞത്. അത് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. പിന്നെ എടുക്കുന്ന ഇൻസേർട്ട് ദ മിസ്സിംഗ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മൾ ഏത് ക്ലാസ് കൊടുക്കുമ്പോഴും ആദ്യം നമ്മൾ 1-2 ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടും. 34, 36. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ ആദ്യത്തെ സൂചനയിൽ തന്നിരിക്കുന്ന 1-2 സംഗതികൾ നോക്കിയിട്ട് ഇതിലേതാണ് കൃത്യമായിട്ട് നമുക്കിവിടെ ഫില്ല് ചെയ്യേണ്ടത് വരിക നിങ്ങൾ തീരുമാനിക്കുക. നമ്മളെ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വിട്ടുപോയ നമ്പർ എടുക്കാനാണെങ്കിൽ ഇവിടെ ഈ നമ്പർ വിട്ടുപോയി എടുക്കാനാണ്, പക്ഷെ പ്രത്യേക കള്ളിയിൽ കൊടുത്തു എന്ന് മാത്രം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അതേ കണക്ഷൻ ഇവർ തമ്മിൽ പോയാൽ ഇതിലേതാണ് കിട്ടുക എന്നാണ്. ഇതിന്റെ ആൻസർ 32 ആണ്. എങ്ങനെയാന്ന് കിട്ടിയെന്ന് മനസ്സിലായോ? 108നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത എത്രയാണ് ശ്രീനന്ദേ? 12. അപ്പൊ 108നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന 12ന്റെ ഇരട്ടിയല്ലേ ഈ 24? അല്ലേ? യെസ് ഓർ നോ? ശ്രീനന്ദ് മിണ്ടണം. ശ്രീനന്ദ് മിണ്ടിയേ മതിയാവും. 108നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 12 ആണെന്ന് പറഞ്ഞു. ആ 12ന്റെ ഇരട്ടിയാണോ 24? അതെ സർ. യെസ്. അപ്പോൾ 84നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? മിണ്ടുന്നില്ല ആരും. എന്താ സങ്കടം? 84നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ്? 14. 14ന്റെ ഇരട്ടിയാണോ 28? അതെ അതെ സാർ. അതെ അതെ. 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? അപ്പൊ ഡിവിഷൻ അറിയില്ല എന്ന് തോന്നുന്നു. ഡിവിഷൻ അറിയില്ല, എന്താ ചെയ്യുക? ആ 16ന്റെ ഇരട്ടി എത്രയാണ്? 32. ആ, ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായോ അഫ്രീൻ? യെസ് സാർ. ഒന്ന് സ്മാർട്ടായിട്ട് ഒന്ന് മുന്നോട്ട് വരണം മോളെ, ഇവിടെ ആളില്ല പറയാൻ, അതുകൊണ്ടാണ്. ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇത് എങ്ങനെയാ കിട്ടിയെന്ന്. ഓക്കെ സർ. 108നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 12 കിട്ടി. ആ 12ന്റെ ഇരട്ടിയാണ് 24. ഇനി 80 അതേ പ്രോസസ്സിൽ തന്നെ 84നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 14 കിട്ടി. ആ 14നെ ഇൻറ്റു 2 ചെയ്തപ്പം 28 കിട്ടി. അത് കഴിഞ്ഞ് 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം നമുക്ക് 16 കിട്ടി. 16ന്റെ ഇരട്ടിയാണ് 32. അങ്ങനെ 32 ഫൈനൽ ആൻസർ ആയിട്ട് വന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്ന് പറ്റുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞാൽ നന്നായിരുന്നു. ശരി, കുഴപ്പമില്ല. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാൻ എല്ലാവരുടെയും മൈക്ക് ഇപ്പോൾ നിങ്ങൾ തന്നെ മൈക്ക് ഓൺ ചെയ്ത് പറയാത്തതുകൊണ്ട് മൈക്ക് അവിടെ നിന്ന് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ള കുട്ടികൾ ഇതേപോലെ ഏറ്റു പറയാൻ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ മൈക്ക് ഞാൻ പ്രത്യേകം ഓൺ ചെയ്ത് തരാം. ഒരിക്കലും കൂടി ഞാൻ പൊതുവായിട്ട് മൈക്ക് ഓൺ ചെയ്യുകയാണ്. ഇതേ രീതിയിൽ കുട്ടികൾ മുന്നോട്ട് വന്ന് പറയണം. അങ്ങനെയുള്ള താല്പര്യമുള്ള കുട്ടികൾക്ക് ഇനിയും അവസരമാണ്. ഇതാ മൈക്ക് ഓൺ ചെയ്യാൻ. ശരി, അങ്ങനെയുള്ള കുട്ടികൾ പേര് പറഞ്ഞാൽ മതി, ഞാൻ ഇവിടെ നോട്ട് ചെയ്യും. ശരി, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്ന കുട്ടി ആരാന്ന് ഞാൻ നോക്കട്ടെ. ഒന്നുമില്ല, ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കുന്നു. അതേപോലെ ഒരു ചിത്രം അപ്പുറവും വരയ്ക്കുന്നു.
വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. ഇനിയാണ് ബഹുരസം നോക്കിക്കോളൂ. ഇവിടെ 28 ഇവിടെ 15 ആണ്, ഇവിടെ 12 ആണ്. ഇതൊക്കെ മാറ്റാണ്. നേരത്തെ ആരോ ചോദിച്ചു മാറ്റാണോ സെറ്റാണോ. ഇങ്ങനത്തെ കളികളൊക്കെ മാറ്റിലാണ് വരിക. 20 ഇൻസേർട്ട് ദ മിസ്സിംഗ് എന്നാണ് എഴുതിക്കോളൂ. ഇൻസേർട്ട് ദ മിസ്സിംഗ് എന്നാലെ വിട്ടത് പൂരിപ്പിക്കൽ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പ്രത്യേക ബന്ധത്തിലാണ് പോവുക, അത്ര മാത്രം. 20 ഉണ്ട്, 4 ഉണ്ട്, 9 ഉണ്ട്, ഇവിടെ 22 ഉണ്ട്, 15 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്, ഡാഷ് ഉണ്ട്, 8 ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷൻ കാണുന്നുണ്ടോ ശ്രീനന്ദേ? 3, 5, 2. ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇതിലേതാണ് ശരി ഗസ് ചെയ്ത് പറയരുത്. നിങ്ങൾക്ക് ഇതിലേതാണ് ശരി എന്ന് കണ്ടെത്താം. ഇവിടെ കൊടുക്കേണ്ടത് ഏതാണ്? ഇവിടെ ആൻസർ കിട്ടിയവർക്ക് പറയാം. എങ്ങനെ കിട്ടിയെന്ന് കൂടി പറയണം. ശ്രീ കിട്ടിയോ? കിട്ടിയ കുട്ടി ടൈപ്പ് ചെയ്ത കുട്ടികളൊന്ന് പേര് പറഞ്ഞ പോലെ എത്ര കിട്ടിയെന്നുള്ളത്. വൈഗ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. വൈഗ എന്ന ഐഡിയിലെ കുട്ടിയുടെ പേരെന്താണ്? അപ്പൊ ഗസ് ചെയ്ത് ടൈപ്പ് ചെയ്താണ്. ശരി, അതുകൊണ്ടാണ് മിണ്ടാത്തത്. എല്ലാ കുട്ടികളും യെസ് എന്നൊക്കെ പറഞ്ഞ് മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ കുട്ടികളും വീഡിയോ ഓൺ ചെയ്ത് എല്ലാവരും. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത്. കുറച്ച് കുട്ടികൾ എന്നിട്ട് ഓൺ ചെയ്യുന്നുള്ളൂ. ശരി, എത്രയാണ് ഇതിന്റെ ആൻസർ? അഫ്രീൻ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാം. ശ്രീനന്ദ കിട്ടിയോ? ആൻസർ കിട്ടിയോ? എന്തെങ്കിലും ഒരു ക്ലൂ വേണോ? പറയാം, എല്ലാവർക്കും ഒരു ക്ലൂ തരാം. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടുക. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടുക. അവയുടെ വ്യത്യാസം എത്രയാന്ന് നോക്കുക. സാറേ 3 ആണോ? എങ്ങനെ കിട്ടിയെന്ന് പറയണം. അത് എന്താ 10നോട് 8 മൈനസ് ചെയ്ത് അതിനോട് +1 കൂട്ടി. 10 ഇവരെല്ലാം തമ്മിൽ കണക്ഷൻ വേണ്ട മോളെ. ഇവരെല്ലാം തമ്മിൽ കണക്ഷൻ വേണം. ശരി, ഇതൊക്കെ കൂട്ടിയിട്ട് എത്ര കിട്ടിയത്? 55. എത്ര? 55 ആണ്. 55 ആണ്. ഇതെല്ലാം കൂട്ടി എത്ര കിട്ടിയത്? 45 ആണ്. 45 തമ്മിലെ വ്യത്യാസം എത്രയാണ്? 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരേണ്ടത് ഏതായിരിക്കും? പറയൂ. 20. എല്ലാരും വീഡിയോ ഓൺ ചെയ്യണേ. കറണ്ട് വന്നിക്കും. കറണ്ട് വന്നു. ആ ശരി. യെസ് പറയൂ. എത്ര?
റാസിക് എന്നത് അഫ്രീനാണോ? റാസിക് എന്ന ഐഡിയുള്ള കുട്ടി റാസിക് എന്നുള്ള ഐഡിയുള്ള കുട്ടി അഫ്രീനാണോ? അതെ, സർ അഫ്രീനാണ്. അപ്പൊ നിങ്ങൾ കാണുന്നില്ലേ? പറഞ്ഞോളൂ. സമയമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം കൂടി കൂട്ടിയാൽ നിങ്ങൾ പറഞ്ഞു 55 ആണെന്ന്. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 45 ആണെന്ന് പറഞ്ഞു. 45 55 തമ്മിലുള്ള വ്യത്യാസം 10 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടി എത്രയാണ് അടിയിലുള്ളത്? 33 സർ. 33. അപ്പൊ നമുക്ക് 10 വ്യത്യാസം കിട്ടണ ഇവിടെ എത്ര വരണം? സർ 4 ആണ്. ഇവിടെ 10 വ്യത്യാസം വരണമെങ്കിൽ ഇവിടെ എത്ര ചേർത്താലാണ് 10 വ്യത്യാസം വരിക എന്നല്ല എന്റെ ചോദ്യം. 5. 4 ചേർത്താൽ വരുമോ? നിങ്ങൾക്ക് കൂട്ടാൻ അറിയില്ലേ? 4 ചേർത്താൽ 10 വ്യത്യാസം കിട്ടുമോ? എനിക്കറിയില്ല. 5 ചേർത്ത് നോക്കൂ നിങ്ങൾ. 5 ഈസ് ദ റൈറ്റ് ആൻസർ. ശ്രീനന്ദേ, ഇവിടെ 5 ചേർത്താൽ എന്ത് സംഭവിക്കും? കാരണം 24 24 9 33 കിട്ടിയാൽ ഇവിടെ 5 ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 23. 23ഉം എന്താ കൂട്ടുന്ന അറിയില്ല. 33 23 തമ്മിലുള്ള വ്യത്യാസം 10 ആണ്. അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നു, ഈ രീതിയിലും വരും. ഇവിടെ മേലെയുള്ളതെല്ലാം കൂട്ടി 55 കിട്ടി, ഇപ്പുറത്തത് കൂട്ടി 45 കിട്ടി, വ്യത്യാസം 10. ഇവിടെ അടിയിലുള്ളതെല്ലാം കൂട്ടി 33 കിട്ടി, ഇവിടെ 5 ചേർത്ത് നോക്കിയാൽ 23 കിട്ടി, അപ്പോ വ്യത്യാസം 10 കിട്ടി. അഫ്രീൻ, കാര്യം പിടികിട്ടിയോ? യെസ് സർ. ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോളെ. ഈ ആദ്യത്തെ റോയിലുള്ള 28ഉം 25ഉം 28ഉം 15ഉം 12ഉം കൂടി കൂട്ടുമ്പോ 55 കിട്ടും. പിന്നെ അടുത്തതിനകത്തുള്ള 22ഉം 15ഉം 8ഉം കൂട്ടുമ്പോ 44 കിട്ടും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 10 ആണ്. ഇനി അടുത്തത് കൂട്ടുമ്പോൾ 20ഉം 4ഉം 9ഉം കൂട്ടുമ്പോൾ 33 കിട്ടും. ഇനി 10ഉം 8ഉം കൂട്ടുമ്പോൾ 18 കിട്ടും. ഇവിടെ 22 കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ആഡ് ചെയ്യേണ്ടത് 5 ആണ്. അതുകൊണ്ട് ആൻസർ 5 ആവുന്നു. ആൻസർ 5 ആണ്. നമുക്ക് 2023 ചോദ്യങ്ങൾ എടുത്ത് ചെയ്യണം. അപ്പൊ ഇൻസേർട്ട് ദ മിസ്സിംഗ് ആണ് ഇന്ന് എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 5 മാർക്കിന്റെ ചോദ്യം വരുന്നതാണ്. ഇത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സ്ക്വയർ നമ്പേഴ്സും ക്യൂബിക് നമ്പേഴ്സും പ്രൈം നമ്പേഴ്സും പിന്നെ സംഖ്യകളുടെ കൂട്ടുന്നതും കുറയ്ക്കുന്നതും. ഇപ്പൊ നേരത്തെ അടിയിലുള്ള കൂട്ടിയപ്പോ സമയത്ത് 3 ആണോ 4 ആണോ എന്നൊക്കെ സംശയങ്ങൾ വന്നത് പ്രത്യേകിച്ച് സംഖ്യകൾ കൂട്ടുന്നതിന്റെ പ്രയാസമാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക്. ഇപ്പൊ 9നെ ആളുടെ കൂടെ 6 കൂട്ടുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? 9ന്റെ കൂടെ 1 കൂട്ടി പിന്നെ 5 കൂട്ടിയാൽ പോരെ? എവിടുന്ന് കിട്ടി 1? 6നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 1ഉം 1ഉം 5ഉമാക്കി മാറ്റിയതാണ്. അതേപോലെ നിങ്ങള് ഗുണനത്തിന്റെ കാര്യം വരുമ്പോൾ ഇപ്പൊ 48നെ 25 കൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ച അതേ വഴി സ്വീകരിക്കാം. 48ന്റെ പകുതി എടുക്കുക 24, 25ന്റെ ഇരട്ടി എടുക്കുക 50, എന്നിട്ട് മതിയായിട്ടില്ലെങ്കിൽ 24ന്റെ പകുതി എടുക്കുക 12, 50ന്റെ ഇരട്ടി എടുക്കുക 100. ഇതെല്ലാം ഒരേ ഉത്തരമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മെന്റൽ എബിലിറ്റി ഒക്കെ പഠിക്കുന്നത് ഗുണനം ഹരണം ഒക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പല കുട്ടികൾക്കും കൂട്ടുന്നതും കുറയ്ക്കുന്നതൊക്കെ ഇപ്പൊ പ്രയാസം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് സ്പീഡിൽ വരാത്തത്. സാരമില്ല, ഞാൻ അതെടുക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി പറയുകയാണ്. നമ്മള് സാറ്റ് പേപ്പറിലെ 20 ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്ന് നിങ്ങളുടെ 1ാമത്തെ യൂണിറ്റായ സ്ക്വയർ നമ്പേഴ്സിൽ നിന്ന് ചോദ്യം വരും. ടെക്സ്റ്റ് ബുക്കിന്റെ പുറത്തേക്ക് ചാടിയുള്ള ചോദ്യങ്ങൾ വരാം. അതില് ഒരു ചോദ്യം ഇതാ പിടിച്ചോളൂ.
അപ്പൊ ഇപ്പം പറയുന്ന സാറ്റ് എന്നതിന്റെ ഭാഗത്താണ് നിങ്ങൾ എഴുതുന്നത്. അതൊരു 4-5 ചോദ്യം ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റ് എന്നതിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, പിടിച്ചോളൂ. എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ, കാരണം കുറച്ച് കുട്ടികളെ വീഡിയോ ഓൺ ചെയ്തിട്ടുള്ളൂ. വീഡിയോ ഓൺ ചെയ്ത് കുട്ടികളൊക്കെ നന്നായിട്ട് സ്മാർട്ടായിട്ട് മുന്നോട്ട് വരും. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് square of a number is 7744. What is the square of twice the number? മലയാളം ഇതാണ്. ഒരു സംഖ്യയുടെ വർഗം 7744 ആ സംഖ്യയുടെ ഇരട്ടിയുടെ വർഗം എത്ര? നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാൻ പ്രയാസമുണ്ടെങ്കിൽ, മുമ്പ് കേട്ടിട്ടില്ലെങ്കിൽ, പരീക്ഷ ഹാളിൽ വെച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യമായിട്ടാണ് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ കാണുന്നതെങ്കിൽ, പലപ്പോഴും പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്നത് ഒരു വഴിയുണ്ട്. ആ വഴി 10ൽ താഴെയുള്ള ഒരു സംഖ്യ തൽക്കാലം നിങ്ങൾ എഴുതുന്നു 3. ഒരു സംഖ്യയുടെ വർഗം 9. ആ സംഖ്യയുടെ ഇരട്ടിയുടെ വർഗം എന്ന് പറഞ്ഞാൽ 3ന്റെ ഇരട്ടി 6. 6ന്റെ വർഗം 36. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം മാത്രം ചെയ്താൽ പോരാ, വേറൊരു സംഖ്യ കൂടി എടുത്തു നോക്കുക. 5. ഒരു സംഖ്യയുടെ വർഗം 25. ആ സംഖ്യയുടെ ഇരട്ടിയുടെ വർഗം, അതായത് 5ന്റെ ഇരട്ടിയായ 10ന്റെ വർഗം 100. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, 25നെ 4 കൊണ്ട് ഗുണിച്ചിട്ടാണ് 100 കിട്ടിയതെന്നും 9നെ 4 കൊണ്ട് ഗുണിച്ചിട്ടാണ് 36 കിട്ടിയെന്നും. അപ്പം ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. ഒരു സംഖ്യയുടെ വർഗം 7744 ആ സംഖ്യയുടെ ഇരട്ടിയുടെ വർഗം കാണാൻ 4 കൊണ്ട് ഗുണിച്ചാൽ മതി എന്നതിലേക്ക് നിങ്ങൾ എത്തും. ഇനി 7744 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയാന്ന് എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഉണ്ടെന്നില്ല. 29,976. 29 അല്ല, 30,976. കേട്ടില്ല, ഉറക്കെ പറയണം. 30,976. ഏത് സ്കൂളാ മോള്? മണ്ണൂര്. അപ്പൊ ദിൽഫ 30,976. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് ഇത്ര മാത്രം. നിങ്ങൾക്ക് ഇത്ര ചോദ്യം വന്നു കഴിഞ്ഞാൽ ചെറിയ ചോദ്യം നിങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെയാണ്ട് ഇതാ ഉണ്ടായിക്കോളൂ. സ്ക്വയർ റൂട്ട് ഓഫ് ഈ ചിഹ്നം നിങ്ങൾക്കറിയാം. 49 സ്ക്വയർ പ്ലസ് 49 പ്ലസ് 50 എത്ര? അവിടെ നിങ്ങൾ 49നെ 49 കൊണ്ട് ഗുണിച്ചിട്ട് പിന്നെ ഒരു 49 കൂട്ടിയിട്ട് പിന്നെ ഒരു 50 കൂട്ടിയിട്ട് കാണാൻ നിൽക്കണ്ട. പകരം പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്ന ഒരു വിദ്യ എന്താണ് ചെയ്യുക? മുമ്പ് ഇത് കേട്ടിട്ടില്ലെങ്കിൽ എന്താണ് ഇതിന്റെ ബന്ധം എന്ന് മനസ്സിലാക്കാം. ചെറിയ സംഖ്യ എടുക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ ഇതേ രീതിയിൽ എഴുതുന്നു. പ്ലസ് 5 പ്ലസ് 6 49 50 എഴുതിയിട്ടോട്ട് 5 സ്ക്വയർ 5 6 എന്നെഴുതുക. എന്നിട്ടോ നോക്കുക, നിങ്ങൾ 5ന്റെ സ്ക്വയർ നിങ്ങൾക്കറിയാം 25 ആണെന്ന്. 5 കൂട്ടി 30 കിട്ടി. 30ന്റെ പിന്നെ 6 കൂട്ടി 36 കിട്ടി. ആ 36ന്റെ സ്ക്വയർ റൂട്ട് നിങ്ങൾക്കറിയാം എത്രയാണ്? 6. 6ആണ്. 6ആണ്. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം മാത്രം ചെയ്ത് നോക്കിയാൽ പോരാ, ഒന്നുകൂടി ചെയ്ത് നോക്കൂ. ഇപ്പൊ 3 സ്ക്വയർ പ്ലസ് 3 പ്ലസ് 4. 3ന്റെ സ്ക്വയർ 9 ആണ്. 9ന്റെ 3 കൂട്ടി 12 പ്ലസ് 4 16. 16ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 4. അപ്പൊ നിങ്ങൾ കാണുന്നില്ലേ, ഈ 4 ഇവിടെ കിടക്കുന്നു.
ഈ 6 അല്ലേ ഇതാ ഇവിടെ കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഉത്തരം എല്ലാവരും ഒന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞേ. 2500. 2500. 50. ആദ്യത്തെ ഉത്തരത്തിലാണ് 2500 സ്ക്വയർ റൂട്ട് എത്രയാ? 50. 50. ഇങ്ങനെ കണ്ടെത്തണം നിങ്ങൾ. കാരണം നിങ്ങൾ NMMS എഴുതാൻ പോകുന്ന കുട്ടികളാണ്. അതിനെയാണ് രാവിലെ വിളിച്ചെല്ലാം ഉണർത്തുന്നത്. ഇതാ വേറെ അടുത്ത ചോദ്യം വിളിച്ചോ. എല്ലാരും അടുത്ത ചോദ്യം എഴുതിക്കോളും. 625 has 5 factors. 625 5 ഘടകങ്ങളുണ്ട് പോലും. നിങ്ങളുള്ള ചോദ്യം 625 വർഗത്തിന് എത്ര ഫാക്ടേഴ്സ്? ഫാക്ടേഴ്സ് പഠിച്ചതാണ്, സ്ക്വയർ പഠിച്ചതാണ്, ഒക്കെ പഠിച്ചതാണ്. ആൻസർ പറയും. ദിൽഫ ചോദ്യം ഒന്ന് വായിച്ച മോളെ. 625 has 5 factors and 625 സ്ക്വയറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും? ദിൽഫ ഏത് സ്കൂളിൽ നിന്ന് പറഞ്ഞ്? മണ്ണൂര്. മണ്ണൂർ. ദിൽഫ 625 എന്ന സംഖ്യ ഏതോ ഒരു രണ്ടക്ക സംഖ്യയുടെ വർഗമാണ്. അതേതാണെന്നറിയാം? ഏത് സംഖ്യയുടെ വർഗമാണ് 625? ആർക്കെങ്കിലും പറയാൻ പറ്റി പറയാം. ഞങ്ങൾ സ്ക്വയർ നമ്പേഴ്സ് പഠിക്കാൻ 25. അപ്പൊ ശരി, എന്നാൽ ശ്രദ്ധിച്ചോളെ. 25 വർഗമാണ് ഈ 625. 25 സ്ക്വയർ ആണ് 625. നിങ്ങൾക്ക് അറിയാം. ആദ്യം ഇവര് പറഞ്ഞ കാര്യം ശരിയാണെന്ന് ഞാൻ നോക്കട്ടെ. 25 വർഗമായ 625 5 ഘടകങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. സാർ ആൻസർ കിട്ടി. എത്രയാ? 10. 10 അല്ലല്ലോ, 1 കുറയ്ക്കണം. 10 1 കുറച്ച എത്രയാ? 9. 9 ആയിരിക്കും. ശരി, നോക്കാം നമുക്ക്. വെയിറ്റ് സബൂർ കേട്ടോ, വെയിറ്റ്. 625 625 5 ഘടകങ്ങളുടെ ആദ്യം നോക്കട്ടെ. ഞാൻ ഇവിടെ ശ്രദ്ധിക്കാം. നിങ്ങൾ 625 5കൾ. ഈ 25 നമുക്ക് 5 × 5 എഴുതാൻ പറ്റുമോ? പറ്റും. അപ്പം 5 സ്ക്വയർ ആണല്ലോ 625. ആണോ അല്ലയോ? ആണ്. അല്ല, 5 സ്ക്വയർ 25 ആണ്. 5 സ്ക്വയറിനെ 5 സ്ക്വയർ കൊണ്ട് ഗുണിച്ചിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ശരി, ഞാൻ പറയുന്നത് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന എന്റെ ചോദ്യം. നിങ്ങൾ ശ്രദ്ധിച്ചോളെ മക്കളെ, ഇവിടെ ശ്രദ്ധിച്ചോളെ. ഞാൻ ആദ്യം ഈ 625 5 ഘടകങ്ങളാണോ എന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ പോവുകയാണ്. ഈ 625 നമുക്ക് 5⁴ എന്ന് എഴുതാൻ പറ്റുമോ? 5 4 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ 625 കിട്ടുമോ? എന്റെ ചോദ്യം അതാണ്. എന്താണോ മിണ്ടാത്തത്? 5 4 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ 625 കിട്ടും എന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 625 5⁴ എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു പ്രൈം നമ്പറിന്റെ മേലെ ഒരു പവർ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ആ +1 എഴുതാൻ മതി. ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഈ 625 ആയ 5⁴ അതിന് എത്ര ഘടകം ഉണ്ടെന്ന് ചോദിച്ചാൽ 4 + 1 5 ഘടകം. അത് പറഞ്ഞത് ശരിയാണ്. ഇനി 625 നിങ്ങൾ 5⁴ എന്ന് എഴുതി, എന്നിട്ട് നിങ്ങളോട് പറയുന്നു അതിന്റെ വർഗത്തിന് 625 വർഗം അല്ലെങ്കിൽ 5⁴ വർഗത്തിന് എത്ര ഘടകം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ 5 നിങ്ങൾ പഠിച്ച കൃത്യക നിയമമുണ്ട്. A⁻m all raised to n is equal to A⁻m × n അല്ലെങ്കിൽ mn.
അത് പ്രകാരം 4നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ 8 ആണ്. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞു 5/4 5 ഘടകമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5/8 എത്ര ഘടകമുണ്ട് എന്ന് എല്ലാവരും ഉറക്കെ പറയൂ. 9. ഇനി ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗമുണ്ട് മോളെ, ശ്രദ്ധിച്ചോളൂ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഈ നൊച്ചാട് സ്കൂളിലെ കുട്ടികൾ കുറച്ച് ആൾക്കാർ മുന്നോട്ട് വന്നിരുന്നു പേര് പറഞ്ഞുകൊണ്ട്. ഇപ്രാവശ്യം അവരൊന്നും ഇല്ലേ? കഴിഞ്ഞ പ്രാവശ്യം കോഹോസ്റ്റേറ്റ് ഒക്കെ വന്ന കുട്ടികളൊന്ന് പേര് പറഞ്ഞ് ആരുമില്ല, മിണ്ടുന്നില്ല. ഞാൻ മാഷ വിളിക്കും, നിങ്ങൾ സലൂം സാറിനെ വിളിക്കും. കുട്ടികൾ ഇപ്രാവശ്യം ഒന്നും മിണ്ടിക്കില്ലെന്ന് അറിയും കേട്ടോ, ഉറപ്പാണ്. അടുത്ത ആഗസ്റ്റ് 1 ശേഷം നമ്മുടെ ഗ്രൂപ്പില് ഏകദേശം 100-ലധികം കുട്ടികൾ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇനിയുള്ള ക്ലാസ്സിലൊക്കെ കൃത്യമായിട്ട് വരിക. ക്ലാസ് കിട്ടാത്തവര് ഇത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു തരുന്നുണ്ട്. ചിലപ്പോൾ കറണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് വൈകി പോകുന്നത്. എന്തായാലും കിട്ടും. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗമുണ്ട് ദിൽഫ, ശ്രദ്ധിച്ചോളെ. 625-ന് 5 ഘടകം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം നോക്കിക്കോളെ. 5ന്റെ ഇരട്ടി എത്രയാ ദിൽഫ? 10. ആ 10-ൽ 1 കുറച്ച് കഴിഞ്ഞാൽ മതി. 10-ൽ 1 കുറച്ച് എത്രയാ? 9. അപ്പൊ നമുക്ക് 625-ന്റെ വർഗത്തിന് 9 ഘടകം. അങ്ങനെയും കണ്ടുപിടിക്കാം. പിന്നെ ഞാൻ ഇതൊന്നും ചെയ്ത് കാണിച്ചത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്. 1024-ന് 11 ഘടകങ്ങളുണ്ട്. സാറേ ഇത് നോട്ടിൽ എഴുതണം. സാറ്റിന്റെ നോട്ടിൽ വരുന്ന ചോദ്യം ഇത്. 1024-ന്റെ വർഗത്തിന് എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കും? 21. കണ്ട പോയ കണ്ട കുട്ടി ആരാണ് 21 ആദ്യം പറഞ്ഞത്? മുഹമ്മദ് ഷെബിൻ. മുഹമ്മദ് ഷെബിൻ. ഏത് സ്കൂളാ? നൊച്ചാട്. നേരത്തെ അഫ്രീനല്ലേ പറഞ്ഞത്? നൊച്ചാട് കുട്ടികൾ മിണ്ടുന്നില്ല. ഇപ്പൊ മിണ്ടിയല്ലോ. മുഹമ്മദ് ഷെബിൻ മിണ്ടി. മുഹമ്മദ് ഷെബിൻ എന്താ ചെയ്തത്? 11-ന്റെ ഇരട്ടി എടുത്തല്ലേ? അതെ. എന്നിട്ട് എന്ത് ചെയ്തു മോനെ? എന്നിട്ട് 1 കുറച്ചു. 1 കുറച്ച്. അതാണ് ഐഡിയ. പക്ഷേ ചെയ്ത് നോക്കട്ടെ. 1024-നെ നമുക്ക് 2/10 എന്ന് എഴുതാം. കാരണം 32-ന് 32 1024. 2/5 32 ആണ്. 2/10-നെ ഹോൾ സ്ക്വയർ ആക്കുക. അപ്പൊ നിങ്ങൾക്ക് 2/20 കിട്ടും. 2/20 2 പ്രൈം നമ്പർ ആണ്. 2/20 എത്ര ഘടകം ഉണ്ടെന്ന് വെച്ചാൽ 21 ഘടകം. ഇങ്ങനെയും ചെയ്യാം. ദിൽഫ മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അങ്ങനെയും ചെയ്യാം. അടുത്ത ചോദ്യത്തിന് എല്ലാവരും മൈക്ക് ഓൺ ചെയ്ത് ഉത്തരം പറയണേ. ഈസി ആയ ചോദ്യമാണ്, ശ്രദ്ധിച്ചോളി. 1 4 സ്ക്വയർ നമ്പേഴ്സ് ഉദ്ദേശിക്കുന്നത്. ഡാഷ് 9. എല്ലാരും പറയണം. 9. 4 9 ഡാഷ് 16. 25 36 ഡാഷ് 49. എല്ലാരും പറയുന്നുണ്ടല്ലോ. എല്ലാരും പറ്റേ. 100 121 ഡാഷ് 144. 15,826 16,129 ഡാഷ്. കറണ്ട് പോയി. പിന്നെ മുണ്ടൂല. വലുത് വരുമ്പോ മുണ്ടൂല, ചെറുത് വരുമ്പോ വിളിച്ചിറങ്ങുന്നത്. എന്താ കാരണം? ശ്രീനന്ദേ, ചെറുത് പഠിച്ചിക്ക് വലുത് പഠിച്ചില്ല. ചെറുത് പഠിച്ചിക്കോട്ടെ. ഇത് കഴിഞ്ഞ എളുപ്പം ശ്രീനന്ദേ കേൾക്കാമോ? കേൾക്കാം സർ. What is the difference of 1 and 4? 3 സർ. 3 ആണ്. 3 is an odd number or even number? പ്രൈം നമ്പർ. 3 പ്രൈം നമ്പർ ആണ്. ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ? അതാ എന്റെ ചോദ്യം. എന്താ സർ? 3 ഒരു ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ? ഓഡ്. 3 കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ ഏതാണ്?
5. അപ്പൊ 4ന്റെ കൂടെ 5 കൂട്ടിയാൽ 9. ഇനി പറയൂ ശ്രീനന്ദേ, 4ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5. 5 ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ? ഓഡ്. ഓഡ്. 5 കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ ഏതാണ്? 7. 7. 9ന്റെ കൂടെ 7 കൂട്ടിയാൽ എത്രയാണ്? 16. ശ്രീനന്ദേ, 25, 36 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 11. 11 ഓഡ് നമ്പർ ആണ്. 11 കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ 13 ആണ്. കൂട്ടിയാൽ 49 ആണ്. 100ഉം 120 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? പോയി. 100ഉം 120 തമ്മിലുള്ള വ്യത്യാസം 21. 21 ഓഡ് നമ്പർ ആണ്. 21 കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ ഏതാണ്? 23 കൂട്ടിയാൽ 144 കിട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതിന്റെ ആൻസർ കണ്ടെത്തൂ. ഇവിടെ പഠിക്കേണ്ട ഒരു പാഠം ഇതാണ്, ശ്രദ്ധിച്ചോളൂ. പഠിക്കേണ്ട ഒരു പ്രത്യേകത, the difference of two consecutive square number is an odd number. ഇത് എവിടെയെങ്കിലും അവിടെ എഴുതി വെച്ചു, എവിടെയെങ്കിലും അവിടെ എഴുതി വെച്ചു. The difference of two consecutive square number is an odd number എന്ന സാധനം. മനസ്സിലായില്ല. ഈ പറഞ്ഞത് മനസ്സിലായില്ല? മറ്റു കുട്ടികൾ എന്ത് പറയുന്നു? മനസ്സിലായില്ല. അതായത് 2 അടുത്തടുത്ത വർഗസംഖ്യയുടെ വ്യത്യാസം എപ്പോഴും ഒരു ഒറ്റ സംഖ്യയായിരിക്കും. അതുപ്രകാരം ഇത് രണ്ടും അടുത്തടുത്ത വർഗസംഖ്യകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഇവ തമ്മിലുള്ള വ്യത്യാസം കാണൂ. എത്രയാണ്? 16,129 നിന്ന് 15,876 മൈനസ് ചെയ്താൽ എത്രയാണ്? അതാദ്യം കണ്ടുപിടിക്കൂ. 283. കണ്ട, ഓഡ് നമ്പർ കിട്ടി. 253 കഴിഞ്ഞാൽ അടുത്ത ഓഡ് നമ്പർ ഏതാണ്? 255. 255 കൂട്ടിയാൽ മതി. ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ മനസ്സിലാകാത്ത, ക്ലിയർ ആകാത്ത കുട്ടികൾക്ക് ക്ലാസ് കഴിഞ്ഞാൽ എന്നെ വിളിക്കട്ടോ. എവിടെയെങ്കിലും ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരും കേട്ടോ. അപ്പോ നിങ്ങള് എങ്ങനെയാ പിന്നെ വിളിക്കാന്നൊന്നും വിചാരിക്കണ്ട. ക്ലാസ് കഴിഞ്ഞാല് എല്ലാവർക്കും പെട്ടെന്ന് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന വരില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശരി, നമുക്ക് 2023 പറയൂ. ഇത് മനസ്സിലാകാത്തവരുണ്ടോ? യെസ് ഓർ നോ? മനസ്സിലായില്ല. ഇത് മനസ്സിലായിട്ടില്ല? ഇല്ല. എന്നാ പറയണ്ടേ? നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ പറഞ്ഞാലേ എനിക്ക്. ശരി, ഒരു കാര്യം ചെയ്തോളൂ. The difference of two consecutive square number is an odd number എന്നാണ് എഴുതി വെക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് എഴുതി വെച്ചു. ഇനി മക്കൾക്ക് എന്താണ് ഈ പറഞ്ഞതെന്ന് പറഞ്ഞുതരാം. 1 ഒരു വർഗസംഖ്യയാണ്, നിങ്ങൾക്കറിയാം. 1 ആദ്യത്തെ വർഗസംഖ്യയാണ്. 1 1 2 2 4 3 9. ഈ മൂന്നാമത്തെ 9 കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യുക? ആദ്യത്തെ 2 വ്യത്യാസം കാണുക, ഡിഫറൻസ് കാണുക. ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചാണ് ദ ഡിഫറൻസ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് സ്ക്വയർ നമ്പർ ഈസ് എൻ ഓഡ് നമ്പർ എന്ന്. അപ്പൊ 4ന്റെ കൂടെ 1 കുറച്ച് കഴിഞ്ഞാൽ 3 ആണ്. 3 കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അടുത്ത ഓഡ് നമ്പറായ 5 ഈ 4ന്റെ കൂടെ കൂട്ടിയാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് 9 കിട്ടും. അതേപോലെ നേരത്തെ പറഞ്ഞ വേറൊരു കാര്യം എടുക്കാം. 100 10ന്റെ സ്ക്വയർ, 121 11ന്റെ സ്ക്വയർ, അടുത്തത് 144. ഇത് നേരത്തെ നിങ്ങൾ ബൈഹാർട്ട് ആക്കിക്കൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ വലിയ സംഖ്യ തരുമ്പോൾ അത് നടക്കില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അടുത്തടുത്ത ഈ 2 വർഗസംഖ്യകളായ 100 100 തമ്മിലുള്ള വ്യത്യാസം 21 എന്ന ഒറ്റ സംഖ്യയിലേക്ക് നിങ്ങൾ എത്തി.
പിന്നെ 121 കൂടെ ഞാൻ 21 കൂട്ടണോ 23 കൂട്ടണോ? 23. അങ്ങനെ 23 കൂട്ടിയാൽ 144 എന്ന 12ന്റെ സ്ക്വയർ കിട്ടും കേട്ടോ. 10ന്റെ സ്ക്വയർ, 11ന്റെ സ്ക്വയർ, 12ന്റെ സ്ക്വയർ. അങ്ങനെ ഞാൻ മൂലക സംഖ്യയിലേക്ക് വന്നു. 15,876 126ന്റെ സ്ക്വയർ ആണ്. 126 കൊണ്ട് വിളിച്ചാൽ കിട്ടും. പക്ഷെ അത് നിങ്ങൾക്ക് അറിയില്ല. 16,129 അത് 127ന്റെ സ്ക്വയർ ആണ്. അടുത്ത 128ന്റെ സ്ക്വയർ ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. പക്ഷെ ഇത് രണ്ടും നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പഠിച്ച കാര്യം വെക്കുക. 15,876 16,129 തമ്മിലുള്ള വ്യത്യാസം 253 എന്ന ഒറ്റ സംഖ്യയാണ്. അപ്പൊ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയൂ. 16,129 കൂടെ ഞാൻ എത്ര കൂട്ടണം? 285. കൂട്ടിയാൽ എത്രയാ കിട്ടുക? പറ. 16,384. എത്ര? 16,384. നിങ്ങൾ വീട്ടിൽ നിന്ന് സമയം കിട്ടുന്ന നേരം 128നെ 128 കൊണ്ട് ഗുണിച്ചാൽ ഇത് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഇപ്പൊ മനസ്സിലായോ മക്കളെ? Yes or no? എന്താ മിണ്ടാത്തത്? ഇപ്പൊ തിരിഞ്ഞോ? എന്നിട്ട് മനസ്സിലാകാത്തവര് ഈ ക്ലാസ് കഴിഞ്ഞ് തന്നെ വിളിച്ചാൽ മതി. ഇതാ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. അടുത്ത ചോദ്യം ഏതാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ 2026 എന്നാൽ കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷം നിങ്ങളുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും ചോദിച്ച ചോദ്യം 5 മാർക്കിന്റെ ചോദ്യം ഉണ്ടായിരുന്നു. 1 മിനിറ്റ് കൊണ്ട് ഉത്തരം പറയണം. ഇതാ വരച്ചോളൂ. ഇനി വീണ്ടും നമ്മൾ ഇതിലേക്ക് വന്നു. മെന്റൽ ലെവലിലേക്ക് വരികയാണ്. ഇൻസേർട്ട് ദ മിസ്സിംഗ് ആണ് ഇന്ന് തീർക്കുന്നത്. 15 മിനിറ്റോടെ സമയമുണ്ട്. ശരി, കറണ്ട് വന്നുകൊണ്ട് ഇനി പ്രശ്നവുമില്ല. വരച്ചോളൂ ഒരു ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ 3 എണ്ണം വേണം. കോപ്പി പേസ്റ്റ്. ഒരെണ്ണടി വേണം. കോപ്പി പേസ്റ്റ്. വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. യെസ്. പിടിച്ചോളൂ. ഇതിൽ കുറെ സംഖ്യകൾ എഴുതുകയാണ്. 18, 24 ഡാഷ്. ഇതിന്റെ പുറത്തുമുണ്ട് സംഖ്യകൾ. 10, 6, 3 തീർന്നില്ല. 8, 5, 6 15, 8, 2 ഓപ്ഷൻസ് ഉണ്ട്. 22, 24, 31, 25 കണ്ടു. സാറേ 24 ആരാ പറഞ്ഞേ? മുഹമ്മദ് ഷെബിൻ. എങ്ങനെ കിട്ടി? പുറത്തുള്ളത് ഫുള്ള് കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. പുറത്തുള്ളത് ഫുള്ള് കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. ആണോ? 16, 19, 8, 5, 16, 10. അപ്പൊ അതെങ്ങനെയാ 24 എങ്ങനെയാ കിട്ടുക? 25 8, 5, 13, 6, 19 1 കുറച്ചാ 24. മുഹമ്മദ് ഷഫീനെ പോയോ? ഇനി പോയടോ? പോയി. 24 എങ്ങനെ കിട്ടി എന്ന് പറയൂ. പുറത്തുള്ള സംഖ്യകൾ മുഴുവൻ ഗുണിക്കുക. 24 കിട്ടി. ആരാ പറഞ്ഞ? പേര് പറ. അയാന ജസ. ഹയാന. ഏതാ? ID മുഹമ്മദ്. അയാളെ പറ. എങ്ങനെ കിട്ടി മോളെ? പറ.
10 × 6 × 3 180 കിട്ടും. ഓക്കെ, അയാന വീഡിയോ ഓൺ ചെയ്ത അയാന. നല്ല ചോദ്യമാണ്, നല്ല ഉത്തരവ്. അയാന ഒന്ന് പറഞ്ഞ മോള്. 10 × 6 × 3 എത്രയാ? 180 കിട്ടും. ആ 150 മോൾ എന്ത് ചെയ്തു? 10 കൊണ്ട് ഹരിച്ചു. 10 എവിടുന്ന് കിട്ടി? അത് 10 കൊണ്ട് കോമണായിട്ട് എല്ലാം അങ്ങനെ ഹരിച്ചതാണ്. നമുക്ക് ആവശ്യമുള്ള സംഗതിയൊക്കെ പുറത്തുനിന്നെടുക്കാം, അത് ശരിയാണ്. 10 കൊണ്ട് ഹരിച്ചപ്പോൾ എത്ര കിട്ടി മോക്ക്? 18. 18 കിട്ടിയ. അങ്ങനെയാണെങ്കിൽ 8 × 5 × 6 ചെയ്താൽ എത്ര കിട്ടും? 240. അതിനെയും 10 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 24. അപ്പം 15 × 8 × 2 എത്രയാ? അത് 240. അതിനെ 10 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 24. അങ്ങനെ കിട്ടുക. അപ്രിനെ തിരിഞ്ഞു പറയുന്നത് അങ്ങോട്ട് പറഞ്ഞത്. ആ Yes, sir. അപ്പം ചില കുട്ടികൾ പെട്ടെന്ന് കണ്ടുപിടിക്കും എങ്ങനെ കിട്ടി നോക്കാം. ശരി, നമുക്ക് ആ കുട്ടിയോട് തന്നെ ചോദിക്കാം അടുത്ത ചോദ്യം. എന്തായാലും മോള് പേര് പറഞ്ഞത്? അയാന ജസ. അയാന ജസ. ഓക്കെ, അയാന ജസ കേട്ടോളൂ. അടുത്ത ചോദ്യം അയാന ജസ പറയട്ടെ. റെഡിയാണോ? യെസ് ഓർ നോ? യെസ്. നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചാലോ? ഇങ്ങനെ. കഴിഞ്ഞ വർഷം വന്ന ചോദ്യം കേട്ടോ. ഇതൊരു 3 എണ്ണം വേണേ. അതെന്താ അങ്ങനെ? കോപ്പി പേസ്റ്റ്, കോപ്പി പേസ്റ്റ്. ഇതെന്താണ് അങ്ങനെ? ശരി, 3 എണ്ണം വേണേ. 3 കാണുന്നുണ്ടോ? യെസ് സർ. കാണും. 3 സ്ഥലത്തായി പോയിരുന്നാണ് സാറില്ല. ചോദ്യം ദാ. ഇതിൽ 90, ഇതിൽ 113, ഇതിലൊന്നുമില്ല. അങ്ങനെ കണ്ടെത്തണം. 3, 9, 7, 8, 6, 10. ഓപ്ഷൻ തരാം. ഓപ്ഷൻ ഇത് അവിടെ പിടിക്കോളൂ. 136, 60, 130, 120. ശ്രീനന്ദേ, ഓ എന്താണ് മിണ്ടാത്ത? എത്രയാ കുട്ടികൾ ടൈപ്പ് ചെയ്ത് പറ? 136. 136 ടൈപ്പ് ചെയ്ത ഒരു കുട്ടി മുന്നോട്ട് വരട്ടെ ശ്രീനന്ദേ. അത് ശരിയാ. എങ്ങനെ കിട്ടിയെന്ന കുട്ടി പറയട്ടെ. സാറേ എങ്ങനെയാന്ന് ഞാൻ പറയട്ടെ? പറഞ്ഞു, നീ പറഞ്ഞു. 9 + 3 12. 12 × 5 90. 8 ഒക്കുന്നില്ലല്ലോ. അങ്ങനെ പോയാ ശരിയാവോ? ഒന്നുമില്ലേ സാറേ? 3ന്റെ സ്ക്വയർ 9ന്റെ സ്ക്വയർ കൂട്ടിയപ്പോൾ 90 കിട്ടി. 3ന്റെ സ്ക്വയർ 9. മനസ്സിലായി. 9ന്റെ സ്ക്വയർ, ആ സ്ക്വയർ നമ്പർ പഠിച്ചാൽ കൂടെ 2 കൂടി കൂട്ടിയാൽ 90. അടുത്ത പറ ചെയ്യുന്നത്. 7ന്റെ സ്ക്വയർ എത്രയാ? 49. 8ന്റെ സ്ക്വയർ എത്രയാ? 64. 2 കൂടിയും കൂട്ടിയാൽ 113. കണ്ടാ? ഇനി അടുത്ത പറ. 6ന്റെ സ്ക്വയർ എത്രയാ? 36. അടുത്തത് 10ന്റെ സ്ക്വയർ എത്രയാ? 100. കൂട്ടിയാൽ 136. എത്ര എളുപ്പമാണ്! വളരെ എളുപ്പമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില എളുപ്പവും വരും,
കേട്ടോ? അതും ശ്രദ്ധിക്കുക. നേരത്തെ തന്നിട്ട് വേറൊരു ചോദ്യം. ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുന്ന നോക്കട്ടെ. നല്ല ചോദ്യം. ഇതിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞാല് ഞാൻ നോക്കട്ടെ ആരാ പറയാം. എല്ലാവർക്കും മൈക്ക് ഓണാണ്. എല്ലാവർക്കും മുന്നോട്ട് വരാം. ഇത് കണ്ടുപിടിക്കുന്ന കുട്ടിനെ പ്രത്യേകം നോട്ട് ചെയ്യും. ശ്രദ്ധിച്ചോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചോദ്യം ഇത്. 2019 വന്ന ചോദ്യ. ഒന്നുമില്ല, ഒരു സ്ക്വയർ ഇങ്ങനെ തിരിച്ചിടുകയാണ്. സുന്ദരസമാണി ഉണ്ടോ? അതങ്ങ് തിരിഞ്ഞു. സ്ക്വയർ എന്നാണ്, ഇങ്ങനെയാണ്. നമ്മളങ്ങനെ വൃത്തിയിലൊന്നും വരച്ചിട്ടില്ല. ഇതിന് നടുക്കൂടെ ഇങ്ങനെ പോയി ഇവിടെ കട്ട് ചെയ്തു. ആഹാ, ഇവിടെയും കട്ട് ചെയ്തു. നിങ്ങൾ എന്റെ കൂടെ വരച്ചോളെ, എന്നെ കാത്തിങ്ങനെ നിൽക്കണ്ട നിങ്ങൾ. ഇവിടെ ഇവിടെ കട്ട് ചെയ്തു. ഇതിലെ പണിയുള്ളൂ. നോക്കട്ടെ ഇവിടെ എന്തെല്ലാം എഴുതിയെന്നില്ല. 7 ഉണ്ട്, 13 ഉണ്ട്, 25 ഉണ്ട്, 49 ഉണ്ട്, 97 ഉണ്ട്, ഡാഷ് ഉണ്ട്. ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം. നേരത്തെ നമ്മളെ വെച്ചാട് സ്കൂളിൽ കുട്ടി മുന്നോട്ട് നിൽക്കുന്നത്. അവളുടെ പേരെന്നോട് മുഹമ്മദ് എന്നുള്ള ഐ ഡിയുള്ള കുട്ടി. എന്തായാലും മോളെ പേര് അയാന അബ്ബുവ. അയാന കേട്ടില്ല. അയാന മോളെ ഈ ഓപ്ഷൻ തരുന്നുണ്ട്. 194, 127, 27, 4. ഏതാണ് ശരി? സർ 4 ആരാ പറഞ്ഞേ? അലൻദേവ്. അലൻദേവ്. ഏത് സ്കൂൾ അലൻദേവ്? നല്ലൊരു അല്ല, സേവാമന്ദിരം. ആ, ന്യൂമേഴ്സ് സ്റ്റേറ്റ് ലെവൽ വിന്നർ അല്ലേ? ആ, ഇന്നെ തന്നെയാ നോക്കിയെടുക്കുന്നത്. ഏതാ ഐ ഡി? അത് എന്റെ അമ്മേന്റെ പേരില്ല. ആ, എന്തെന്നാ വിജിഷ? ആ, നിന്നെയാ നോക്കിയെടുക്കുന്നത്. നീ എന്താ ദിവസം നേരത്തെ വരണ പോലെ ന്യൂമേഴ്സ് സ്റ്റേറ്റ് ലെവൽ വിന്നർ ചെയ്യാ വെച്ചിട്ടാ. പറയൂ അലന്തേവ്, എങ്ങനെ കിട്ടിയത്? സർ 4ന്റെ ഇരട്ടി 8. അപ്പം നമ്മൾ ആദ്യം ഈ 4 എടുത്തുവിടാൻ എഴുതി വിചാരിക്കുക. എന്നിട്ട് പറ. അപ്പൊ അതിന്റെ ഇരട്ടി 8. 4ന്റെ ഇരട്ടി 8. 8 കുറച്ചാൽ 7. പിന്നെ അങ്ങനെ തന്നെയാണ് ഈ പാച്ചൻ പോണേ. 7ന്റെ ഇരട്ടി 14. 1 കുറച്ചു 13. 13ന്റെ ഇരട്ടി 26. 1 കുറച്ചു 25. 25ന്റെ ഇരട്ടി 50. 1 കുറച്ചു 49. 49ന്റെ ഇരട്ടി 98. 1 കുറച്ചു 97. അങ്ങനല്ലേ? എന്നാ ഇത് വേറെ രീതിയിൽ കൂടി ചെയ്യാം. ആർക്കും പറയാൻ പറ്റുമോ? ഈ 4 കിട്ടാൻ വേറെ ഐഡിയുണ്ട്. ആർക്ക് പറയാം? 97 മൈനസ് 1. 97 അവസാനിച്ചുകൂടാ? അവിടെ അവസാനിച്ചതാ. എന്തെന്നാ മോന്റെ പേര് പറഞ്ഞത്? അലന്തേവ് ന്യൂമേഴ്സ് വിന്നർ കൂടി ഇത് വന്നത് കൊണ്ട്, സ്റ്റേറ്റ് ലെവൽ വിന്നർ ഇത് ഉള്ളത് കൊണ്ട് ഒരു ചോദ്യം ഇതാ ഹോംവർക്ക് തരുന്നു. എല്ലാവർക്കും ഇതൊരു വെല്ലുവിളി ആയിക്കോട്ടെ. നിങ്ങൾക്ക് ആരോട് വേണേ ചോദിക്കാം വീട്ടിൽ. ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ഇതിന്റെ ആൻസർ വിളിച്ചു പറയുന്ന കുട്ടീനെ എനിക്കൊന്ന് കാണും. ഇതാ അലന്തേവ്, പിടിച്ചോ. ഒരു ട്രയാങ്കിൾ. അതേ ട്രയാങ്കിൾ ഇങ്ങനെ തന്നെ തിരിച്ചിവിടെ ഇട്ടു. എന്നിട്ട് എന്തൊക്കെയാ അവിടെ ഉള്ളത് നോക്കണേ. ന്യൂമേഴ്സ് വിന്നറും കൂടി ഉള്ളതുകൊണ്ടാണ് കുറച്ച് ഹയർ ലെവൽ ചോദ്യം തരുന്നത്. ശ്രദ്ധിക്കുക, എല്ലാ കുട്ടികളും ഒന്ന് ശ്രദ്ധിക്കുക. 72 എന്താ അറിയില്ല. 15, 31, 63. ഇത് ഹോംവർക്കാണേ. 127 ഡാഷ്. ഓപ്ഷൻ ഇല്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഓപ്ഷൻ ഇല്ല.
ഈ ചോദ്യത്തില് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് എത്രയാണെന്ന് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ആരോട് വേണേ ചോദിക്കാൻ വീട്ടില്. ഇത് കണ്ടെത്തിയിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക. 8686171729. ഇന്നത്തെ ഹോംവർക്ക് ഇതാണ്. ആ കളിയുള്ള കാര്യമൊക്കെ ഒന്ന് വായിച്ചേ മോളെ. ആരെങ്കിലും ഒരു കുട്ടി വായിച്ചേ. എന്തൊക്കെയാ സംഖ്യകൾ? 22, 50, 31, 63, 123. ഇവിടെ കണ്ടെത്തും. അപ്പൊ കണ്ടെത്തുന്ന കുട്ടി എങ്ങനെയാണ് കണ്ടെത്തിയെന്ന് കൂടി പറയണം. ശരി, ഈ ചോദ്യം നിങ്ങൾ എഴുതിയെടുത്തെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യനോട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇൻസേർട്ട് ദ മിസ്സിംഗിൽ നിങ്ങൾക്ക് എവിടുന്ന് എങ്ങനത്തെ ഏത് ചോദ്യം കിട്ടിയാലും വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇതിൽ നിന്ന് 5 മാർക്ക് കിട്ടും. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരിക്കുന്ന നമ്പർ സീരീസ് അത് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. ആ നമ്പർ സീരീസിൽ നിന്നും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും. 5 മാർക്കിന്റെ ചോദ്യം. അപ്പൊ 5 മാർക്ക് അവിടെയും കിട്ടി, 5 മാർക്ക് ഇവിടെയും കിട്ടി. ഇതങ്ങ് ഈസി ആയിട്ട് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന 1 to 30 സ്ക്വയർ നമ്പർ, 1 to 12 ക്യൂബിക് നമ്പർ, ദ ഫസ്റ്റ് 25 പ്രൈം നമ്പേഴ്സ്. ഇത് കാണാതെ പഠിച്ചോ, വിജയം നിങ്ങളെ തേടി വരും. കാണാതെ പഠിച്ചിട്ടില്ലെങ്കിൽ പ്രയാസം. ഇതാ വരുന്നു അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം അത് കണ്ടുപിടിക്കണം. ഇത് ഹോംവർക്കാണ്. ഇപ്പൊ ഇവിടുന്ന് ചെയ്യാണ് ഇതാ ചോദ്യം ചെയ്താൽ വരും. ഇതാ വരുന്നു അടുത്ത ചോദ്യം. ഒരു പെട്ടി, ആ പെട്ടിയെ 2 ആക്കി. നിങ്ങൾക്ക് വൃത്തിയിലായി കേട്ടോ. ആ പെട്ടിയെ 3 ആക്കി. ആ പെട്ടിയെ 4 ആക്കി. പഠിച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. യെസ്. 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 ഈ മേലെയുള്ള ആളെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. 7 ഉണ്ട്, 8 ഉണ്ട്, 4 ഉണ്ട്, 9 ഉണ്ട്, 3 ഉണ്ട്, 13 ഉണ്ട്, 3 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. ഓപ്ഷൻ ഉണ്ട് 7, 6, 5, 9. പറയൂ. നൊച്ചാട് ഹൈസ്കൂളിലാണ് ചാൻസ്. നൊച്ചാട് ഹൈസ്കൂളിലെ കുട്ടികൾക്കാണ് ഈ ചോദ്യം. നൊച്ചാട് ഹൈസ്കൂളിലെ കുട്ടികളോട് ചോദ്യം, നിങ്ങൾക്ക് ഇൻസേർട്ട് ദ മിസ്സിങ്ങും നമ്പർ സീരീസും എടുത്തിട്ടുണ്ടോ? ഇല്ലേ? നമ്പർ സീരീസ് എടുത്തിട്ടുണ്ട്. ഇൻസേർട്ട് ദ മിസ്സിംഗ് എടുത്തിട്ടില്ല. സാരില്ല. ഇതിന്റെ ഉത്തരം കിട്ടിയവർക്ക് പറയാം. നമ്മളെ ഫറൂഖിലോട്ട് പേരെന്തേലും മറന്നുപോയി. ന്യൂമാത്സിന്റെ കുട്ടീന്റെ പേരെന്തേലും മറന്നുപോയോ? മറന്നുപോയി. പറ. പോയോ? ഹലോ. ഹലോ. എന്താ മോന്റെ പേര് പറഞ്ഞേ? അലൻദേവ്. അലൻദേവ്. അലൻദേവ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നോ? ഇന്നത്തെ കഴിഞ്ഞ ആഴ്ച ഒരു ക്ലാസ് കൊടുത്തില്ലേ? ബുധനാഴ്ച 8-ാം തീയതി. ഒരു ദിവസം ഇയ്യന്. അലൻദേവേ കിട്ടിയാ നീ ഉത്തരം? നോക്കുന്നുണ്ട്. ഞാന് നൊച്ചാട് ഹൈസ്കൂളിലെ കുട്ടികളോട് ചോദിക്കുന്നു, കിട്ടിയോ? ക്വസ്റ്റ്യൻ കാണുന്നില്ല. ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? തല പറഞ്ഞിട്ടേക്ക്. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ട്. നേരത്തെ ഇതൊരു കുട്ടി പറഞ്ഞില്ലല്ലോ, നൊച്ചാട് ഹൈസ്കൂളിലെ കുട്ടി. ആ മോളെ പേരെന്തായാലും മുഹമ്മദ് എന്നുള്ള ഐഡിയുള്ള കുട്ടിന്റെ പേര് പോയോ? നേരത്തെ ഒരു കുട്ടി ഉത്തരം. പേരെന്താ? അയാന. ഹയാന. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെന്തോണ്ടല്ലോ?
ആ അയാൾ കിട്ടിയ മോളെ കിട്ടിയിട്ടില്ല സാർ. പോവാണ്. അപ്പൊ ഒരു കൂതര. ഇവ തമ്മിലൊരു ബന്ധമുണ്ട്, ഇവ തമ്മിലൊരു ബന്ധമുണ്ട്, ഇത് മൂന്നും തമ്മിലൊരു ബന്ധമുണ്ട്. ഇവ തമ്മിലൊരു കണക്ഷൻ, ഇത് മൂന്നും കണക്ഷൻ, ഇത് മൂന്നും കണക്ഷൻ, ഇത് മൂന്നും കണക്ഷൻ. പറ. സാറേ 3ന്റെ സ്ക്വയർ 9, 9 മൈനസ് 1 8. ആ അങ്ങനല്ല. ഞാൻ കാണിച്ചില്ല. ഇത് മൂന്നും തമ്മിൽ കൂട്ടുക, ഇത് മൂന്നും തമ്മിൽ കൂട്ടുക, എന്നാൽ തന്നെ ഐഡിയ കിട്ടും. പല വൈക്കും പോയി വെക്കണം, എന്നാലും അത്ര കിട്ടും. പറ സമീല്ലേ. സാറേ ഇത് 3 കൂട്ടുമ്പോ 20 ആയിരുന്നു. ഇത് 3 കൂട്ടുന്നതിന് 20 ആണ് കിട്ടുന്നത്. സാർ ഉത്തരം ഇത് 3 കൂട്ടിയാൽ 20, 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 ഇത് 3 കൂട്ടിയാൽ 20 കിട്ടണമെങ്കിൽ ഇവിടെ ആരായിരിക്കണം? 5. നമ്മുടെ ആൻസർ 5 ആണ്. കണ്ടോ, നമ്മളെ ആൻസർ 5 ആകുന്നു. ഇങ്ങനെയും വരാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻസേർട്ട് ദ മിസ്സിംഗ് എന്ന ഭാഗത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുത്തത്. ഇൻസേർട്ട് ദ മിസ്സിംഗില് നിങ്ങൾക്ക് 5 മാർക്കിന്റെ ചോദ്യം ഉണ്ടാകും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ എടുത്തു നോക്കിയാൽ ഇൻസേർട്ട് ദ മിസ്സിംഗ് എന്ന ചോദ്യം കാണാം. അത് ചിത്രങ്ങളുടെ രീതിയിൽ ഒന്നിങ്ങനെ വരാം, സ്ക്വയർ ആയിട്ട് വരാം, റെക്ടാംഗിളിന്റെ ഷേപ്പിൽ വരാം, സർക്കിളിന്റെ ഷേപ്പിലൊക്കെ സംഖ്യകൾ കൊടുക്കും. പക്ഷെ ഏത് സംഖ്യ കൊടുത്തു കഴിഞ്ഞാലും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രൈം നമ്പറും സ്ക്വയർ നമ്പറും അതുപോലെ പിന്നെ വേറെന്താ നമ്മൾ പറഞ്ഞത്, ക്യൂബിക് നമ്പേഴ്സ് ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ഇത് എളുപ്പമാകും. 1 മിനിറ്റ് കൊണ്ട് തന്നെ ഉത്തരം കണ്ടുപിടിക്കുക. പരീക്ഷ ഹാളിൽ വെച്ചിട്ട് ഇത്തരം ചോദ്യങ്ങൾ ധാരാളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയം നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.